ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് മീൻ ചെയ്യുന്നത്? അപ്പോൾ മക്കൾക്ക് അറിയാം, നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 29 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. 29 സംസ്ഥാനങ്ങളിലായിട്ട് പല ലാംഗ്വേജസ് പറയുന്ന, പല ലൈഫ് സ്റ്റൈലുള്ള, പല ഫുഡ് ഹാബിറ്റ്സ് ഉള്ള, പല ലാംഗ്വേജസ് പറയുന്ന ആളുകളുണ്ടെന്ന് മക്കൾക്ക് അറിയില്ലേ? ഓക്കെ, അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ മക്കൾക്കറിയാം, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ അഡ്മിഷനൊക്കെ പോകുമ്പോൾ കാസ്റ്റ് ഡിഫറൻസിൽ കുറേ പേർക്ക് എന്താ പറയുക, റിസർവേഷൻ കൂടുതലും, വേറെ ഉള്ള കാസ്റ്റിന് ഒരു റിസർവേഷൻ ഇല്ലാത്തതും ഒരു ഡിസ്ക്രിമിനേഷൻ മക്കൾ കാണാറില്ലേ? എല്ലാത്തിനും ഈക്വൽ ആയിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് ആ കോൺസെപ്റ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ആൻഡ് പ്രിജുഡിസ്. എന്താണ് ഡിഫറൻസ്, എന്താണ് പ്രിജുഡിസ് എന്നാണ് കേട്ടോ നമ്മൾ ഇത് ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് ഡിഫറൻസ് ആൻഡ് വാട്ട് ഈസ് പ്രിജുഡിസ് എന്നതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? നമ്മൾ വേറൊരു കൺട്രിയിലുള്ള ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്, വ്യത്യസ്തരാവുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. There are many things that make us what we are. നമ്മൾ ആരാണ് എന്ന് നമ്മളെ ആക്കുന്നത് അല്ലെ. ഈ ഒരു ഇതില് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോന്നിന്റെ ഇൻഫ്ലുവൻസ് മൂലമായിരിക്കും അല്ലേ. ഓക്കെ, ഹൗ വി ലീവ്, നമ്മൾ എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്, അതിലാണ് നമ്മുടെ സ്റ്റാറ്റസ് അല്ലേ ഇരിക്കുന്നത്. പിന്നെയോ ദ ലാംഗ്വേജസ് വി സ്പീക്ക്, എന്ത് ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. പിന്നെയോ വാട്ട് വി ഈറ്റ് ഓർ വിയർ, നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ എന്ത് വസ്ത്രധാരണമാണ്, എന്ത് ഡ്രസ്സിങ് സ്റ്റൈലാണ് നമ്മുടേത്. അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരുടേതും, എല്ലാവരുടെ ജീവിതവും, എല്ലാവരുടെ റിലീജിയനും, എല്ലാവരും പറയുന്ന ഭാഷയും ഒക്കെ ഒന്നാണോ? അല്ലല്ലേ, ഡിഫറൻസ് ആണ് അല്ലേ. ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഇൻ ദിയർ ലൈഫ് സ്റ്റൈൽ, ദിയർ ലാംഗ്വേജസ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ദിയർ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലേ മക്കളെ. ആൻഡ് ദ ഗെയിംസ് വി പ്ലേ, നമ്മൾ ഓരോരുത്തർ കളിക്കുന്ന ഗെയിംസ്, ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിംസ് എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ. ഇപ്പോൾ കുറച്ച് പേർക്ക് ഫുട്ബോൾ ആയിരിക്കാം, കുറച്ച് പേർക്ക് ബാസ്കറ്റ് ബോൾ ആയിരിക്കാം, കുറച്ച് പേർക്ക് ഹോക്കി ആയിരിക്കാം അല്ലെ, കുറച്ച് പേർക്ക് ജാവലിൻ ത്രോ ആയിരിക്കാം, കുറച്ച് പേർക്ക് ചെസ് ആയിരിക്കാം അല്ലെ. ആൻഡ് ദ തിങ്സ് വി സെലിബ്രേറ്റ്, ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത റിലീജിയനിലുള്ള ആളുകളായിരിക്കും, നമ്മൾ വ്യത്യസ്ത ഫെസ്റ്റിവൽ ആയിരിക്കും ആഘോഷിക്കുന്നത് അല്ലെ. ഓക്കെ, വാട്ട് അബൌട്ട് ദി second point? All of these are influenced both by geography and history of the place where we live. നമ്മുടെ പ്ലേസിനനുസരിച്ച് അല്ലെ, ജോഗ്രഫിക്ക് അനുസരിച്ച്, അത് ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിന്റെ ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും ഒക്കെ മാറുക അല്ലെ. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ മക്കളെ. ഡിഫറൻസ്, വാട്ട് ഈസ് ഡിഫറൻസ് എന്നതിന്റെ ഉത്തരാണിത് ഈ സ്ലൈഡിൽ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്, there are many things that make us what we are. എങ്ങനെയൊക്കെയാണ്? how we live, the language we speak, what we eat, what we wear, what the games we play and the things we celebrate. ഈ ഒരു ഫാക്ടേഴ്സ് ആണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് മക്കളെ നോക്കിക്കേ. all of this are influenced both by geography and history of a place that we live. നമ്മൾ ജീവിക്കുന്ന ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ഇതില് കാഴ്ചപ്പാടിൽ പലതരത്തിലുള്ള വ്യത്യാസം വരിക അല്ലേ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളതിൽ, എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തൊക്കെ രീതിയിലാവാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് മക്കൾ നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, there are 8 major religions in the world. നമ്മുടെ ലോകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള 8 റിലീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ നോക്ക് മക്കള്, every single one of them is practiced in India. ഇതിൽ 8 റിലീജിയൻസില് എല്ലാതും, ഈ 8 റിലീജിയനും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, and we have more than 1600 languages that are people's mother's tongue അല്ലേ. നമുക്ക്
എത്ര ലാംഗ്വേജസ് ഉണ്ട് എന്നാ പറയുന്നത് മക്കള്? 1600 ലാംഗ്വേജസ് ഉണ്ട് എന്നാട്ടോ പറയുന്നത്. അതില് കൂടുതലും എന്താണ്? ജനങ്ങളുടെ മാതൃഭാഷയാണ് എന്നാട്ടോ പറയുന്നത്. It is that are people's mother tongues and there are more than 100 dance form. പല സ്റ്റേറ്റിനും പല ഡാൻസ് ഫോംസ് ആണ് അല്ലെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോ അല്ലെ. ഒരു സ്ഥലത്ത് ഇപ്പോ എന്താണ് ഫോർ എക്സാമ്പിൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക് അല്ലെ, അതുപോലെ പല ഡാൻസ് ഫോംസ് ആയിരിക്കും പല സ്റ്റേറ്റില് പെർഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മക്കളെ? There are 8 major religions in the world and every single one of them is practiced in India. And second point, we have more than 1600 languages that are people's mother tongues and there are more than 100 dance form. അപ്പോൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞത്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് റിലീജിയനെ കുറിച്ചാണല്ലേ മക്കളെ. സെക്കൻഡ് പോയിന്റിൽ എന്തിനൊക്കെ കുറിച്ചാണ് പറഞ്ഞത് മക്കളെ? എന്തൊക്കെ ഡിഫറൻസ് ആണ് പറഞ്ഞത്? അപ്പൊ 1600 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ എല്ലാ ലാംഗ്വേജസും ഒരു ലാംഗ്വേജിൽ നിന്ന് ഡിഫറെന്റ് ആണ് അല്ലെ, അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തന്നെ 8 മേജർ റിലീജിയൻസ് ഉണ്ട്. എല്ലാം ഒരുപോലെയാണോ? എല്ലാ ജാതികളും എല്ലാം ഓരോന്ന് ഡിഫറൻസ് ആണ് അല്ലെ, ഡിഫറെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് പറഞ്ഞു മക്കളെ? ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തിനൊക്കെ കുറിച്ച് പറഞ്ഞു? ഡാൻസ് ഫോംസിനെ കുറിച്ച് പറഞ്ഞു. ഓരോ സ്റ്റേറ്റിലുള്ള ഡാൻസ് ഫോം എന്താണ്? വ്യത്യസ്തമാണ് അല്ലെ, എല്ലാം ഒരുപോലെയല്ല. ഓക്കെ, പിന്നെ ഡാൻസ് ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഇതാണ് നമ്മുടെ 8 മേജർ റിലീജിയൻ ഇൻ ദ വേൾഡ്. നമുക്കൊന്ന് ഹെഡിങ് എഴുതിക്കണം അല്ലെ മക്കളെ. 8 മേജർ റിലീജിയൻ in the world. Okay, അപ്പൊ ഏതൊക്കെയാണ് 8 റിലീജിയൻസ് ദാറ്റ് ഇസ് ഫേമസ് ഇൻ ദ വേൾഡ്? നോക്കിയാലോ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ഈ സിമ്പിൾ കണ്ടാൽ അറിയാം ഏത് റിലീജിയനാണ് സിംബലൈസ് ചെയ്യുന്നത്. ഏതാണ്? ക്രിസ്ത്യാനിറ്റി ആണ് അല്ലെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഏതാണ്? ബുദ്ധിസം. ആൻഡ് തേർഡ് വൺ ഇസ്ലാം ആണ് അല്ലെ. തേർഡ് വൺ ഈ ഒരു സിംബലൈസ് ചെയ്യുന്ന ഏത് റിലീജിയനാ മക്കളെ? ഇസ്ലാം റിലീജിയനാണ്. ഫോർത്ത് വണ്ണോ ഷിൻഡോ. ഓക്കെ, ആൻഡ് ഫിഫ്ത് വൺ ഇറ്റ് ഇസ് ടാവോയിസം. ആൻഡ് സിക്സ്ത് വൺ ഇറ്റ് ഇസ് ഹിന്ദുയിസം. ഓക്കെ, ആൻഡ് സെവൻത് വൺ ജുഡായിസം. ആൻഡ് എയ്ത്ത് വൺ, ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് സിഖിസം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മക്കളെ 8 മേജർ റിലീജിയൻ? 8 മേജർ റിലീജിയൻ ഇൻ ദ വേൾഡ് ഏതൊക്കെയാണ്? ക്രിസ്ത്യാനിറ്റി ഫസ്റ്റ് വൺ, ക്രിസ്ത്യാനിറ്റി. സെക്കൻഡ് വൺ ബുദ്ധിസം. തേർഡ് വൺ ഇസ്ലാം. ഫോർത്ത് വൺ ഷിൻഡോ. ഫിഫ്ത് വൺ ടാവോയിസം. സിക്സ്ത് വൺ ഹിന്ദുയിസം. സെവൻത് വൺ ജുഡായിസം. ആൻഡ് എയ്ത്ത് വൺ സിഖിസം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, എന്താണ് പ്രിജുഡിസ് എന്ന് പറയുന്നത്? ഇപ്പൊ പണ്ട് കാലഘട്ടത്ത് കേരളത്തിലെ ജന്മികള് അല്ലെ, ഈ താഴെ തട്ടിലുള്ള ആളുകളെയാണ് സ്ലേവ്സ് ആയി നിലനിർത്തിയിരുന്നത് അല്ലെ. അപ്പൊ അവരെ എന്താണ് എപ്പോഴും ലോവർ കാസ്റ്റിലുള്ള ലോവർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിട്ടാണ് ഈ ജന്മികള് പെസൻസിനെ കാണുന്നത്. അത് മക്കൾക്കറിയാലോ. ഓക്കെ, അതുപോലെ തന്നെ അമേരിക്കൻസ് അല്ലെ, ഈ ആഫ്രിക്കൻസിനെ എപ്പോഴും എന്താണ് ഈ ഇൻഫീരിയർ ആയിട്ട് താഴെ തട്ടിലുള്ള ആളുകളായിട്ടാണ് കാണാറ് അല്ലെ. അത് റേഷ്യൽ ബയാസ് ആവാം അല്ലെ. പല രീതിയിൽ അവരെ എന്ത് ചെയ്യും? അവര് താഴെ ഇതിലുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള സ്റ്റാറ്റസിലാണ് കണക്കാക്കാറുള്ളത് എന്നാണ് പറയാറ്. അതുപോലെ തന്നെ വൈറ്റ് പ്രിവിലേജ് എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിൽ എന്താണ്? വൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കാണ് പ്രിഫറൻസ് അല്ലെ. അതുപോലെ പിന്നെന്താണ്? There were many racism subjected to violence അല്ലെ. ഈ റേസിസം മൂലം കുറെ നമ്മുടെ പ്രൊമിനന്റ് ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി അല്ലെ, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് അല്ലെ ബ്രിട്ടീഷുകാര് അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചതും ട്രെയിനിൽ നിന്ന് പുറത്താക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഇസ് റേഷ്യൽ വയലൻസ് അല്ലെ. ഇറ്റ് ഇസ് റേഷ്യൽ ബയാസ് ആണ് അല്ലെ. ഇറ്റ് ഇസ് റേഷ്യൽ ബയാസ് കൊണ്ടാണ് അല്ലെ, റേഷ്യൽ ബയാസ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ മക്കൾക്ക് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം. ഈ പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ വൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകള് ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് മേലെ
അടിച്ചമർത്തലുകൾ അല്ലെ, പലതരത്തിലുള്ള വയലൻസ് ആണ് ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് മേല് മുകൾ തട്ടിലുള്ള ആളുകൾ അല്ലെ, ഹൈകാസ്റ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലാണെങ്കിൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് പണ്ട് കാലഘട്ടത്തിൽ അമ്പലത്തിൽ പോകാനുള്ള അവകാശമില്ല. വലിയ ജാതിയിലുള്ള ഹൈകാസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ ആളുകള് പബ്ലിക് അല്ലെ, ഇപ്പോ എന്താ പറയുക, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം, അവരുടെ ഷോൾഡർ ബെൻഡ് ചെയ്ത് നിൽക്കണം. അങ്ങനത്തെ പല ഇതാണ് റൂളായിരുന്നു കേരളയിൽ പണ്ട് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പ്രിജുഡീസ് എന്ന രീതിയിൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രിജുഡീസ് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ വയലൻസ് ഇസ് ദെയർ അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? പൊളിറ്റിക്കൽ വയലൻസ് ആണ് അല്ലെ. പിന്നെ എന്തൊക്കെ രീതിയിലുള്ള വയലൻസ് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്? പിന്നെ മെയിൻലി അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്താണ്? ഈ വൈറ്റ് പ്രിവിലേജ് സൊസൈറ്റിക്കാണ് അല്ലെ. വൈറ്റ് പ്രിവിലേജ് സൊസൈറ്റിക്കാണ് അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നെയോ, പിന്നെ ഇങ്ങനെ താഴെ തട്ടിലുള്ള ആളുകളെ നമ്മൾ അടിച്ചമർത്തുമ്പോഴാണ് എന്ത് വരുന്നത്? പോവേർട്ടി, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. എന്താന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും മക്കളെ? റേസിസം സബ്ജക്റ്റഡ് ടു വയലൻസ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഈ റേസിസ്റ്റ് ആളുകൾ ഉണ്ടാവല്ലോ, ഈ റേഷ്യൽ ബയാസ് നേരിട്ട ആളുകള് എന്താവും? ഇങ്ങനെ വയലൻസിലേക്ക് പോവും അല്ലെ. അതാണ് പൊളിറ്റിക്കൽ വയലൻസിലേക്ക് വരുന്നത്. അവർ പാർട്ടി ഫോം ചെയ്തിട്ട് എല്ലാ റിവോൾട്ട്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ വയലൻസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആളുകളെ അടിച്ചമർത്തുമ്പോൾ there is a dehumanization അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവര് താഴെത്തട്ടിലുള്ള ആളുകൾ അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി വയലൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അല്ലെ, there will be physical violence അല്ലെ. പോലീസുകാർ അവരെ അടിച്ചമർത്തും അല്ലെ. ഓക്കെ, ഫിസിക്കൽ വയലൻസും ഉണ്ടാവും അല്ലെ. ഫിസിക്കൽ വയലൻസ്. ഓക്കെ, ഡീഹ്യൂമനൈസേഷൻ അല്ലേ. ഡീഹ്യൂമനൈസേഷൻ. അതുപോലെ തന്നെ എന്താവും? സോഷ്യൽ വയലൻസ് ഉണ്ടാവും. ഇൻജസ്റ്റിസ് ഇൻ എവരിവെയർ അല്ലെ. സൊസൈറ്റിയിലെ എല്ലാ സ്ഥലത്തും അഴിമതിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാൽ എന്താണ് പ്രിജുഡിസ് എന്ന് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ മക്കള് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. It means to judge other people negatively or see them as inferior. മറ്റുള്ളവരെ നമ്മൾ എന്താണ് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റിൽ നോക്കിക്കാണുമ്പോൾ, അവർ താഴെ തട്ടിലുള്ള ആളുകളാണെന്ന് നോക്കിക്കാണുമ്പോഴാണ് അവിടെ പ്രിജുഡിസ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അല്ലെ. വാട്ട് അബൌട്ട് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകള് താഴെ തട്ടിലുള്ള ആളുകളാണ്, അവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, അവരുമായിട്ട് കൂട്ടുകൂടി നമ്മുടെ സംസ്കാരം നശിച്ചു പോകും എന്ന് പറയുമ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റിൽ നിൽക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? വി ഡസന്റ് റെസ്പെക്ട് അതേഴ്സ് അല്ലെ. വി ഡസന്റ് മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം അല്ലെ. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. വെൻ വി തിങ്ക് ദാറ്റ് ഓൺലി വൺ പെർട്ടിക്കുലർ വേ ഇസ് ദ ബെസ്റ്റ്, അവര് ചൂസ് ചെയ്ത മെത്തേഡ് ആണ് ബെസ്റ്റ് എന്ന് കരുതുകയും, അതുപോലെ തന്നെ വൈറ്റ് പ്രിവിലേജസ് സൊസൈറ്റിയിലുള്ള ആളുകൾ ചൂസ് ചെയ്ത മെത്തേഡാണ് ബെസ്റ്റ് എന്ന് അവർ കരുതുകയും, അതുപോലെ തന്നെ മറ്റുള്ള മൈനോറിറ്റി ഗ്രൂപ്പിന് താഴെ തട്ടിലുള്ള ആളുകളാണ്, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് പ്രിജുഡിസ് എന്നൊരു ടേം അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ. There is linguistic discrimination too അല്ലെ. പല സ്റ്റേറ്റിലുള്ള ആളുകൾ പല ലാംഗ്വേജസ് ആണ് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി തിങ്ക് ഇംഗ്ലീഷ് ഇസ് ദ ബെസ്റ്റ് ലാംഗ്വേജ്, നമ്മൾ കരുതാണ് ഈ ബ്രിട്ടീഷുകാർ അവരുടെ ലൈഫ് സ്റ്റൈലും ലാംഗ്വേജും അല്ലെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനൊക്കെ നമുക്ക് തന്നു. അങ്ങനെ ആവുമ്പോൾ നമ്മളെ കൾച്ചറുമായിട്ട് എന്ത് ചെയ്തു? അത് ഇന്റർമിക്സ് ചെയ്തു അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ കരുതാണ് ഇംഗ്ലീഷാണ് ബെസ്റ്റ് ലാംഗ്വേജ്, എബ്രോഡൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ആണല്ലോ സ്കോപ്പ് ഉള്ളത്, നമ്മുടെ ലാംഗ്വേജിനൊന്നും അത്ര വലിയ പ്രസക്തി ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതും എന്താണ്? പ്രിജുഡിസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് പ്രിജുഡിസ് എന്ന് പറയുമ്പോൾ? മറ്റുള്ള ലാംഗ്വേജസ് ആയിക്കോട്ടെ, മറ്റുള്ളവരെ നമ്മൾ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഇതിന്റെ പേരാണ് പ്രിജുഡിസ് എന്ന് പറയുന്നത്. ഇത് ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്
ഡിസ്ക്രിമിനേഷൻ. ഓക്കെ ഓക്കെ അപ്പൊ അതാണ് പറഞ്ഞത്, ഇംഗ്ലീഷിന് നമ്മൾ എന്തായി കാണും, ബെസ്റ്റ് ലാംഗ്വേജ് ആയി കാണും, മറ്റുള്ള ലാംഗ്വേജ് നമ്മൾ ഇൻഫീരിയർ ആയിട്ട് കാണുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ് ഇതിന്റെ ഫലം? വി മൈറ്റ് നോട്ട് റെസ്പെക്ട് പീപ്പിൾ ഹു സ്പീക്ക് ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, റെസ്പെക്ട് ചെയ്യില്ല, അവർക്ക് ഇൻഫീരിയർ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ, ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ എന്നും പറയുന്നത്. ഓക്കെ, പിന്നെ ഈ സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ, വി ക്യാൻ ബി പ്രെജുഡിസ്ഡ് അബൌട്ട് മെനി തിങ്സ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ജാതിയിലുള്ള ആളുകൾ, അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആളുകളാണെന്ന് വെക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ പരിഹാസത്തോടെയാ നോക്കുക. അവരുമായിട്ട് നമ്മൾ സ്കൂളാണെങ്കിലും കോളേജിലാണെങ്കിലും പണ്ട് മുതലുള്ള കാര്യമാണ്. ഇപ്പൊ എന്താണ്, അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടരുത്, നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിനുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടണം എന്ന് അവരുടെ വീട്ടിലുള്ള ആളുകൾ പറയുമ്പോഴാണ് എന്ത്, അവരുടെ മൈൻഡ് സെറ്റിലും ചേഞ്ച് വരുന്നത്. അല്ലെ, പക്ഷെ ഇപ്പൊ എന്താണ്, വലിയ തോതില് എന്ത് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്തൊക്കെ ഇതിലാണ് പ്രിജുഡിസ് നടക്കുക? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ പീപ്പിൾസ് റിലീജിയസ് ബിലീവ്സ്. അല്ലെ, എന്ന് വെച്ചാൽ സൊസൈറ്റിയാണ് നമുക്കൊരു റിലീജിയനെ കുറിച്ച് ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നത്, അതേപടിയാണ് നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ മൈൻഡ് സെറ്റിൽ അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്, ദ കളർ ഓഫ് ദിയർ സ്കിൻ. പണ്ട് മുതലേ ബ്ലാക്ക് ഡിസ്ക്രിമിനേഷനിലെ ഓരോ കറുത്ത വർഗ്ഗക്കാർ കൂടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പാടില്ല, നമ്മുടെ അതേ രീതിയിലുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ പാടുള്ളൂ, അങ്ങനെയുണ്ട് അല്ലെ. പിന്നെന്താണ്, ദ റീജിയൻ ദേ കെയിം ഫ്രം. ഏത് റീജിയനിൽ നിന്നാണ്, ഏത് കൺട്രിയിൽ നിന്നാണ് അവർ വരുന്നത്, അതും അവരെ വ്യത്യസ്തരാക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ദ ആക്സെന്റ് ദേ സ്പീക്ക് ഇൻ. എന്ത് ലാംഗ്വേജ് ആണ് അവർ സ്പീക്ക് ചെയ്യുന്നത്, അതും അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ആക്കുന്നുണ്ട് among others. ആൻഡ് ലാസ്റ്റ് വൺ, ദ ക്ലോത്ത്സ് ദേ വിയർ. എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലുള്ള ആളുകളും ഡിഫറെന്റ് ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ലാസ്റ്റ് പോയിന്റ്, ഓഫൺ അവർ പ്രിജുഡിസസ് അബൌട്ട് അതേഴ്സ് ആർ സോ സ്ട്രോങ്. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി നമുക്ക് മേക്ക് ചെയ്ത് തന്ന ചില കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. ഈ റിലീജിയനിലുള്ള ആളുകളാണെങ്കിൽ അവരോട് അത്ര ഇത് വേണ്ട, ഇതിന്റെ അത്ര താല്പര്യം വേണ്ട, അത്ര ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട എന്ന് പറയും അല്ലെ. സോ വി ഡോണ്ട് വാണ്ട് ടു ഫോം ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അവരുമായിട്ട് കൂട്ടുകൂടാറില്ല. അറ്റ് ടൈംസ് we may even act in ways that hurt them. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ അവരെ എന്ത് കളിയാക്കും അല്ലെ, പല രീതിയിൽ പരിഹസിച്ചുകൊണ്ടിരിക്കും. നിനക്ക് എൻ്റെ പോലെയുള്ള ഡ്രസ്സ് ഇല്ലല്ലോ അല്ലെ, ഞാൻ കഴിക്കുന്ന പോലെയുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ഇതിൽ അവരെ നമ്മൾ കളിയാക്കും ചെയ്യുന്നു. അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും, പ്രെജുഡിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് മറ്റുള്ള കുട്ടികളെ നമ്മൾ ഇൻഫീരിയർ ആയിട്ട് നമ്മൾ പ്രിജുഡിസൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ഫൈറ്റ് എഗെയിൻസ്റ്റ് റേസിസം. റേസിസത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ക്രിയേറ്റിംഗ് സ്റ്റീരിയോടൈപ്പിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്? ഇപ്പൊ ജെൻഡർ ബയാസിൽ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. ആരൊക്കെ ആയിട്ട്? മെന്നായിട്ടും വിമനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ജെൻഡർ ബയാസിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ പണ്ട് മുതലേ മക്കൾക്ക് അറിയാം, ഇപ്പൊ എന്താണ്, ബോയ്സിന് നമ്മൾ ഡോൾസ് എന്താണ് കൊടുക്കുക, കാർസ് ഒക്കെയാണ് കളിക്കാൻ കൊടുക്കുക. ബട്ട് വിമൻ അല്ലെങ്കിൽ ഗേൾസിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ് മക്കളെ, ഡോൾസ് ആണ് കളിക്കാൻ കൊടുക്കുക അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ബോയ്സിനോട് പറയും, അവരെന്തേ തട്ടി വീണ് കരയുമ്പോൾ നിങ്ങൾ കരയരുത്, ആൺകുട്ടികളാണെന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുത്തത് അല്ലെ. നിങ്ങൾ അത്രയും ബ്രേവ് ആണ്, ബോയ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. എങ്ങനെയാണ്, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു പോവാ. As babies, our children, when boys fall and hurt themselves, their parents and other family members often console them by saying, "Don't cry, you are a boy" എന്ന് പറയൂലേ. And you are a boy. ബോയ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അപ്പൊ നമുക്ക് പറഞ്ഞു തരും പാരന്റ്സില്. നിങ്ങൾ ബ്രേവ് ആണ്, they are well behaved, they are soft spoken and gentle, they are physically strong, and they are naughty, and they are good at dance and painting, and they don't cry. And they are rowdy, and they are good at sport, and they are good at cooking, and they are emotional, they don't cry. Okay, പിന്നെ ഗേൾസിന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാ പറയാം, അവർ വീക്കാണ്, പെട്ടെന്ന് കരയുന്നവരാണ് എന്നൊക്കെയാണ് അല്ലെ. ഇതാണ് ഈ ഒരു പിക്ചറൈസിൽ നോക്കൂ അല്ലെ.
ഈ ഒരു വിമൻ അവരുടെ വൈഫിന് ഇൻഫീരിയർ സ്റ്റാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ചാല് അവരുടെ താഴെതിലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ ഡ്യൂട്ടീസും ചെയ്തു കൊടുക്കുന്നത് അല്ലെ. എങ്ങനെയുള്ള എന്താ പണ്ട് ജന്മിമാർ അതിൽ പെസൻസ് നിൽക്കുന്ന പോലെ ബെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ. പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചു തരുന്നത് അല്ലേ. വാട്ട് അബൌട്ട് മക്കളെ സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. സെക്കൻഡ് പിക്ചറിൽ മാട്രിയാർക്കൽ വേൾഡ് ആണ്, വിമൻ ആണല്ലേ പവർ. ഇപ്പോ എല്ലാ വിമൻ, നമ്മുടെ പ്രസിഡന്റ് വരെ എന്താണ് 2020 നമ്മളെ പ്രസിഡന്റ് വരെ എന്താണ് വിമൻ ആണ് അല്ലേ. അപ്പോ ഇപ്പൊ എല്ലാ ഫീൽഡിനും വിമൻ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ കുറെ ആളുകള് വിമന്റെ ചെലവിൽ നിന്ന് പോരുന്നവരും ഉണ്ട്. ദിസ് ഡിനോട്ട്സ് ദ മാട്രിയാർക്കൽ വേൾഡ് അല്ലെ. മാട്രിയാർക്കൽ വേൾഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് പാട്രിയാർക്കി. ഓക്കെ, അപ്പൊ ഗേൾസിന് പറയും ദേ ആർ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ ഓർ ദേ ആർ വെൽ ബിഹേവ്ഡ്. എല്ലാതും നല്ല രീതിയിൽ വർത്താനം പറയാൻ കഴിവുള്ളവരാണ് ആണുങ്ങള്. സ്ത്രീകൾ എപ്പോഴും വീക്സ് ആണെന്നാണ് പറയാറ്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. വി ഫിറ്റ് all boys all girls into an image that society creates around us. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മളൊരു റോള് കൊടുക്കാറുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ ബോയ്സ് എന്ന് പറയുന്ന ബ്രേവ് ആണ്, എല്ലാ സ്പോർട്സിലും നല്ല സ്കില്ലുള്ളവരാണ്, വെൽ ബിഹേവ്ഡ് ആണ്. സ്ത്രീകൾ അല്ലെ ഗേൾസ് എന്ന് പറയും വീക്കാണ് അല്ലേ. അതുപോലത്തെ ഹോംലി ഡ്യൂട്ടീസ്, ആ ഒരു വീടിന്റെ മുക്കും മൂലയും അറിയുന്നവളാവണം എന്നൊക്കെയാണ് പറയാറ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. when we fix people into one image we create stereotype. എന്ന് വെച്ചാല് ജെൻഡർ ബയാസ്ഡിൽ നമ്മൾ രണ്ട് ജെൻഡറിനെയും ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. മെൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത്രയും ഡ്യൂട്ടീസ് ആണ്, ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഇവർ ഇത്രയും ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത് എന്ന് സൊസൈറ്റി തന്നെ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുറെ കടമകള് അല്ലെ. ഓക്കെ, and then when people say that those who belong to particular country, religion, sex, race or economic background are stingy, lazy, criminal or dumb, they are using stereotype. ഇപ്പൊ നമ്മള് ഈ ആഫ്രിക്കൻസിന് കുറെ പേരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ടേം യൂസ് ചെയ്യും. ഇത് ഡിസ്ക്രിമിനേറ്ററി ടേം ആണ്. നമ്മൾ നീഗ്രോ എന്ന് പറയും, അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അല്ലെ. ചിലവരെ നമ്മൾ വേറെ സ്ഥലത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ ക്രിമിനൽ ആണെന്ന് പറയും അല്ല. അതൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് ഇട്ട് തന്ന ടേംസ് ആണ് നമ്മൾ പുറത്തേക്ക് ആളുകളോട് പറയുന്നത് അല്ലെ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എല്ലാ ജനങ്ങളെയും ഈക്വൽ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. ഒരു സ്റ്റീരിയോ ടൈപ്പും എവിടെയും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അത്രയും ആ ഒരാളിൽ നിന്ന് നമ്മളെ അത്രയും ഡിസ്റ്റൻസ് ആക്കും അല്ലെ. ഓക്കെ, അതാണ് പറഞ്ഞത്. when people say that those who belong to a particular country, religion, sex, race or economic ബാക്ക്ഗ്രൗണ്ട് ആർ, നമ്മൾ എങ്ങനെയൊക്കെ പല കൺട്രിയിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരു വരുമ്പോൾ നമ്മൾ അവരെ സ്റ്റിങ്ങി എന്നുള്ള ടേമിൽ വിളിക്കും, ലേസി എന്നുള്ള ടേമിൽ വിളിക്കും, ക്രിമിനൽ ആൻഡ് ഡംപ്, അങ്ങനെ പല എന്താണ് ഡിസ്ക്രിമിനേറ്ററി ടേംസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലും നമുക്ക് മക്കളെ. And നമ്മൾ പറയുന്നത് there are stingy and generous people everywhere, every country, every religion, every group, whether rich or poor, male or female അല്ലേ. എന്ന് വെച്ചാൽ ഒന്നിലും പെടാത്ത, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഇങ്ങനെയുള്ള നമ്മൾ ഓരോ ടേംസ് വിളിക്കുമ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകൾ എല്ലാ റിലീജിയനിലും ഉണ്ട്, എല്ലാ കൺട്രിയിലും ഉണ്ട്, എല്ലാ അല്ലേ. റിച്ചിലും ഉണ്ട്, പുവറിലും ഉണ്ട്, മെയിൽ ഫീമെയിൽ എല്ലാത്തിലും ഉണ്ട്. ലേസി ആയിട്ടുള്ള ആളുകളുണ്ട്, ക്രിമിനൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ആ കൺട്രീനെ മാത്രം ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മളിൽ ചില പേരിൽ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മൈൻഡ് ഇല്ലാത്തവരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ മക്കള്. And just because some people are like that, it is not fair to think that everyone will be same. അല്ലെ, എല്ലാവരും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഡിഫറെന്റ് ആണ്, ഇൻ ഡിഫറെന്റ് കോൺസെപ്റ്റ് അല്ലെ, ഇൻ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ദേ ലിവ് അല്ലെ. ആൻഡ് ദേ ബിലോങ് ടു ഡിഫറെന്റ് റിലീജിയൻ, ഡിഫറെന്റ് ലാംഗ്വേജ് ദേ സ്പോക്ക്, ഡിഫറെന്റ് ഈറ്റിംഗ് സ്റ്റൈൽ, ഡിഫറെന്റ് ഡ്രസ്സിംഗ് സ്റ്റൈൽ ദേ ഹാവ്. ഓക്കെ, പിന്നെ ഈ സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ ഓരോരുത്തരെയും യുണീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. എല്ലാവരെയും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ.
അല്ലെ? സ്റ്റീരിയോടൈപ്പ് സ്റ്റോപ്പ് us ഫ്രം ലുക്കിംഗ് അറ്റ് ഈച്ച് യുണീക്ക് ഇൻഡിവിജ്വൽ ആയിട്ടല്ല കാണുന്നത്. സൊസൈറ്റി നമുക്ക് പറഞ്ഞു തന്ന പ്രിൻസിപ്പിളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ വിലയിരുത്തുന്നത് അല്ലെ? ഏതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്? എന്താണ് മക്കളെ? Stereotypes stop us from looking at each person a unique individual with his or her own special qualities, skills that are different from others. അല്ലെ? എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിൽസിൽ ഓരോരുത്തർ യുണീക്ക് ആണ്. ചിലവർക്ക് ഫുട്ബോളിലായിരിക്കും, ചിലവർക്ക് ബാസ്കറ്റ് ബോളിലായിരിക്കും, ചിലവർക്ക് ഹോക്കിയിലായിരിക്കും അല്ലെ? ആ സ്കിൽസിൽ അവർ യുണീക്കാണ്. അതിൽ സ്റ്റീരിയോ ടൈപ്പ് കൊണ്ടുവരരുത്. എന്ന് വെച്ചാൽ ഡൈവേഴ്സ്. ഇപ്പോൾ ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടിയായിരിക്കും നാളെ മികച്ച ഫുട്ബോളർ ആയിട്ട് അറിയപ്പെടുന്നത് അല്ലെ? അപ്പോ ഓരോരുത്തരെ യുണീക്ക് ഇൻഡിവിജ്വൽ സ്കിൽസിൽ ഓരോരുത്തരെ വിലയിരുത്തുക, അല്ലാതെ സൊസൈറ്റി പറയുന്ന പ്രിൻസിപ്പിൾസിലല്ല ഓരോരുത്തരെയും നമ്മൾ വിലയിരുത്തേണ്ടത് കേട്ടോ മക്കളെ. അടുത്ത പോയിന്റ് മക്കൾ നോക്കിക്കേ. And they fit large number of people into only one pattern or type. Stereotypes affect all of us as they prevent us from doing certain things we might otherwise be good at it. ഇങ്ങനെ സ്റ്റീരിയോടൈപ്പ് വരുത്തുമ്പോൾ അത് നമ്മളല്ല, നമ്മുടെ ഉള്ളിലുള്ള വേറെ ആരോ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് മേലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു പോവാം. ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഡിഫറൻസ്, എന്താണ് പ്രിജുഡിസ് എന്ന് പറഞ്ഞു അല്ലെ? ഇറ്റ് ഈസ് ഡിഫറൻസ് അമംഗ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി അല്ലെ? അപ്പൊ ഓരോരുത്തർ കഴിക്കുന്നതില് ഹൗ വി ലീവ്, ദ ലാംഗ്വേജ് വി സ്പീക്ക്, വാട്ട് വി ഈറ്റ്, wear, the games we play and the things we celebrate, എല്ലാത്തിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, all of this are influenced both by geography and history എന്ന് നമ്മൾ പറഞ്ഞു of that place. പിന്നെ റിലീജിയനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അല്ലെ? there are 8 major religions in the world. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു, ഡാൻസിനെ കുറിച്ച് പറഞ്ഞു. we have more than 1600 languages that are people's mother tongue, and also there is more than 100 dance form in this world അല്ലെ? ഓക്കെ, അതാണ് 8 major religions. It is Christianity, Buddhism, Islam, Shinto, Taoism, Hinduism, Judaism and Sikhism. പിന്നെ നമ്മൾ പ്രിജുഡിസിനെ കുറിച്ച് പറഞ്ഞു. ഫിസിക്കൽ വയലൻസ്, പൊളിറ്റിക്കൽ വയലൻസ്, ഡീഹ്യൂമനൈസേഷൻ ആൻഡ് വൈറ്റ് പ്രിവിലേജ്. ഓക്കെ, പ്രിജുഡിസ് എന്താണ്? പ്രിജുഡിസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് because it means to judge other people negatively or see them as inferior. എന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ഇൻഫീരിയർ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോ എന്താണ് അതിന്? പ്രിജുഡിസ് എന്നാണ് പറയുക അല്ലെ? ഓക്കെ, ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു. ഇംഗ്ലീഷിനെ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ആക്കി മാറ്റി മറ്റുള്ള ലാംഗ്വേജിനെ നമ്മൾ തരം താഴ്ത്തി പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി തിങ്ക് ഇംഗ്ലീഷ് ഇസ് ദ ബെസ്റ്റ് ലാംഗ്വേജ് ആൻഡ് അതർ ലാംഗ്വേജസ് ആർ നോട്ട് ഇമ്പോർട്ടന്റ്, വി ആർ ജഡ്ജിങ് ദീസ് അതർ ലാംഗ്വേജസ് നെഗറ്റീവ്ലി അല്ലേ? അതുകൊണ്ട് തന്നെ വി മൈറ്റ് നോട്ട് റെസ്പെക്ട് പീപ്പിൾ ഹു സ്പീക്ക് ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷ പറയുന്നവരെ നമുക്ക് കണ്ടുവിടാത്ത അവസ്ഥ വരും അല്ലേ മക്കളെ? പിന്നെ പ്രിജുഡിസ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം. ഇത് ബേസ്ഡ് അപ്പോൺ പീപ്പിൾസ് റിലീജിയസ് ബിലീഫ്സ് ആവാം, ദ കളർ ഓഫ് ദിയർ സ്കിൻ ആവാം അല്ലെ? തേർഡ് വൺ, ദ റീജിയൻ ദേ കെയിം ഫ്രം ആവാം, ആൻഡ് ദി ആക്സെന്റ് ദേ സ്പീക്ക് ഇൻ, ആൻഡ് ഫിഫ്ത്ത് വൺ, ദ ക്ലോത്ത്സ് ദേ വിയർ. ഇതിലൊക്കെ ആവാം അല്ലെ പ്രിജുഡിസ്. ഓക്കെ, അപ്പൊ ഇതിനെതിരെ മക്കൾ എന്ത് ചെയ്യണം? ഫൈറ്റ് അഗെയിൻസ്റ്റ് റേസിസം അല്ലെ? മറ്റുള്ളവരെ റേഷ്യൽ ബയാസ് ചെയ്യാനേ പാടില്ല. അങ്ങനെ ഒരു എക്സ്പ്രഷനെ നിങ്ങൾ സ്കൂളിലോ കോളേജസിലോ യൂസ് ചെയ്യാനേ പാടില്ല. എല്ലാവരെയും അവരുടെ സ്കിൽസിനനുസരിച്ച് അവരെങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഇതിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്താ? സ്റ്റീരിയോ ടൈപ്പ് ജെൻഡർ ബയാസ് ആണ് അല്ലെ? ജെൻഡർ ബയാസിൽ നമ്മൾ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ചു കാണുന്ന കോൺസെപ്റ്റാണ്
സ്റ്റീരിയോ ടൈപ്പ് അല്ലെ, പാട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ മാട്രിയാർക്കൽ സൊസൈറ്റിയും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇൻഇക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക്